തിങ്കളാഴ്ചയിലെ കനത്ത മഴയിൽ കാര്യട്ടുകര മാരാർ പടവിലെയും എൽത്തുരുത്ത് പടവിലെയും ബണ്ട് തകർന്ന് വൻ കൃഷിനാശം. 150 ഏക്കർ കൃഷിയിടത്തിലെ 40ഉം 20ഉം ദിവസം പ്രായമെത്തിയ നെൽച്ചെടികളാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 2:30യോടെയാണ് തൃശൂർ കോർപ്പറേഷൻ 45ാം ഡിവിഷൻ കാര്യാട്ടുകരയിലെ മാരാർ പടവിനോട് ചേർന്നുള്ള കുഞ്ഞിക്കോൾ നിറഞ്ഞ് വെള്ളം ബണ്ട് തകർത്ത് മാരാർ പടവിലേക്ക് ഇരച്ചെത്തിയത്. മണിക്കൂറുകൾക്കകം പാടശേഖരത്തിലെ 40 ദിവസം പ്രായമെത്തിയ നെൽച്ചെടികളെല്ലാം വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു. 35 വർഷമായി കൃഷി പണിയാതെ കിടക്കുന്ന കുഞ്ഞിക്കോളിലെ പുല്ലും പാഴ്ചെടികളും തൃശൂർ വഞ്ചിക്കുളം ഭാഗത്തു നിന്നുള്ള തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യവും പടവിൽ നിറഞ്ഞു. മാരാർ പടവിൽ 1.5 ആൾ പൊക്കത്തിൽ നിറഞ്ഞ വെള്ളം തൊട്ടടുത്ത എൽത്തുരുത്ത് പടവിന്റെ ബണ്ട് തകർത്ത് അവിടുത്തെ 90 ഏക്കർ കൃഷിയിടത്തിലെ ഒരാഴ്ച മുമ്പ് നടിയിൽ കഴിഞ്ഞ നെൽച്ചെടികളെയും വെള്ളത്തിൽ മുക്കി. വെള്ളം മാത്രമല്ല വന്നിട്ടുള്ളത്, തൊട്ടപ്പുറത്തെ ഒരു കുഞ്ഞിക്കോൾ എന്ന് പറഞ്ഞ കോള് പണിയാണ്ട് 10-30 വർഷത്തിലെ മേലായിട്ട് പണിയാണ്ട് കിടക്കുന്ന കോളാണത്. അപ്പൊ അതിൽ പറയുന്ന ഓടയും മാലിന്യങ്ങളും, അതായത് ചപ്പ് ചവറ് സാധനങ്ങൾ, ഈ പ്ലാസ്റ്റിക്കും കുപ്പികളും ഒക്കെ ആയിട്ടുള്ള ഐറ്റംസുകളൊക്കെ അതടക്കം ഒലിച്ച് ഒരു മല പോലെയാണ് ഇതിലേക്ക് വരുന്നത് കണ്ടത്. കടന്ന് ഇറങ്ങി വലിയൊരു 10-15 മീറ്ററോളം ദൂരത്തിൽ, അത്രയും ദൂരത്തിൽ വീതിയിൽ കഴ വീണിട്ടുണ്ടായി. ആ കഴയോടെയാണ് ഈ ഇതൊക്കെ കൊണ്ടുപോയി നമുക്ക് നോക്കി നിൽക്കാന്നല്ലാണ്ട് വേറൊരു മാർഗ്ഗമില്ല. ഇതേ കോളിനോട് തുടർന്ന് കിടക്കുന്നതാണ് എൽത്തുരുത്ത് കോൾപ്പടവ്. ഈ എൽത്തുരുത്ത് കോൾപ്പ് ഇപ്പോഴും ഈ വെള്ളം ഇവിടെ നിലച്ചിട്ടില്ല. ഈ മുറിഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും വെള്ളം നിലച്ചിട്ടില്ല. ഈ വെള്ളം പോയിട്ട് ഇനി ഇപ്പം അപ്പുറത്ത് വേറെ ഒരു ബണ്ടുണ്ട്, ഈ 2 കോളിൻ്റെ നടുവിലായിട്ട്. ആ ബണ്ടും ഇപ്പോൾ കഴ വീണ് മുറിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ആ കുളിയിലേക്കും കൂടി വെള്ളം കടന്നു വരും. ഇതിപ്പോൾ 60 ഏക്കറാണെങ്കിൽ അത് 90 ഏക്കറുണ്ട്. അപ്പോൾ അതും നാട് കഴിഞ്ഞ് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇത്രയും ഏരിയ നമുക്ക് നോക്കണമെങ്കിൽ 1-2 കോടിയുടെ നാശനഷ്ടം നമുക്കിവിടെ വന്നിട്ടുണ്ട്. കോർപ്പറേഷൻ, കൃഷിവകുപ്പ്, കളക്ടറേറ്റ് അധികൃതരും ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി കൃഷിനാശം വിലയിരുത്തി. ഏകദേശം 2 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് കണക്കാക്കുന്നത്. തകർന്ന ബണ്ടുകൾ പുനർനിർമ്മിച്ച് പടവിലെ വെള്ളം വറ്റിച്ച് വീണ്ടും കൃഷി ഇറക്കാനുള്ള ധനസഹായം നൽകണമെന്നാണ് ഇരു പടവുകളിലെയും കർഷകരുടെ ആവശ്യം. ഇന്നലെ പകലും രാത്രിയുമായി പെയ്ത കനത്ത മഴയിൽ കാര്യട്ടുകര ഡിവിഷനിലെ മാരാർ പടവിലെയും എൽത്തുരുത്ത് പടവിലെയും 150ഓളം ഏക്കറിലെ കൃഷിയാണ് നശിച്ചത്. ഇന്ന് പുലർച്ചെ 2:30യോടെയാണ് ഇവിടുത്തെ മാരാർ പടവിൻ്റെ ബണ്ട് തകർന്ന് വെള്ളം ക്രമാതീതമായി പടവിലേക്ക് ഇരച്ചു കയറി 40 ദിവസം പ്രായമെത്തിയ നെൽച്ചെടികളും അത് കഴിഞ്ഞ് മാരാർ പടവ് നിറഞ്ഞ് തൊട്ടടുത്ത എൽത്തുരുത്ത് പടവിലേക്ക് വെള്ളം തള്ളി അവിടുത്തെ 90 ഏക്കറിലെ നെൽച്ചെടികളും മുങ്ങി നശിച്ചത്. ഏകദേശം 2 കോടിയോളം രൂപയുടെ നഷ്ടമാണ് ഇവിടെ ഉണ്ടായതെന്ന് കണക്കാക്കപ്പെടുന്നു. മാരാർ പടവിൽ നിന്നും ക്യാമറാമാൻ കൃഷ്ണകുമാർ കെ മലയിലിനോടൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.